ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങ കൊണ്ടുള്ള ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചമ്മന്തിപ്പൊടിയൊക്കെ എപ്പോഴും ഇതുപോലെ നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും കട്ടിയുള്ള പാത്രത്തിലൊക്കെ വറുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചമ്മന്തിപ്പൊടി ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കണമെങ്കിൽ ഇതൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. നമ്മൾ വെളിയിൽ വെക്കുവാണെങ്കിൽ ഇതൊന്നും ചേർക്കാത്തതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പിരിയമുളകാണ്. ഞാനിവിടെ ഏകദേശം ഒരു 12 പിരിയമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിരിയമുളകിന് പകരം സാധാരണ നമ്മൾ ഉണങ്ങിയ എരിവുള്ള മുളകും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതാകുമ്പം കുറച്ചുകൂടി എരിവുണ്ടായിരിക്കും. പിന്നെ ഞാനിതിൽ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെ പിരിയമുളക് എടുത്തിരിക്കുന്നത്. ഞാനിതിൽ ചേർത്തിരിക്കുന്ന ഈ പിരിയമുളക് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതാണ്. എന്നിട്ടാണ് ഞാൻ ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അത് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായേനെ. പക്ഷേ എൻ്റെ ഈ വലുപ്പത്തിലുള്ള പാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് വാളംപുളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന സ്ഥിതിക്ക് ഇനി ഒന്ന് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഒട്ടും കരിയരുത്. കരിഞ്ഞു പോയാൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഒരുവിധമൊക്കെ മൂത്ത് വരുന്നുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങ തന്നെയായിരിക്കും നല്ലത്. പിന്നെ ചിലരൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉഴുന്നുപരിപ്പൊക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പം ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ കായത്തിൻ്റെ പൊടിയും വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. അത് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ നേരം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് അല്പം തരിതരിപ്പോടെ പൊടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ മിക്സിയിൽ പൊടിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ മിക്സി ഓണാക്കി പൊടിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് എണ്ണയെല്ലാം ഇറങ്ങി അതിങ്ങനെ കട്ട പിടിച്ച് വരും. അതുകൊണ്ട് എപ്പോഴും അതുപോലെ ചൂടോടുകൂടി പൊടിച്ചാലും അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പൊടിക്കുക. എന്നിട്ട് നല്ല ഉണങ്ങിയ ഒട്ടും വെള്ളമയമില്ലാത്ത കുപ്പിയിൽ ഈ ചമ്മന്തിപ്പൊടി അടച്ച് സൂക്ഷിക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.